ശബരിമല തീർത്ഥാടകർക്കായുള്ള നിലയ്ക്കലിലെ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറിലെ പോലീസിന്റെ അനധികൃത ഇടപെടലിൽ വിമർശനവുമായി ഹൈക്കോടതി. കൗണ്ടറിൽ പോലീസിന് വേണ്ടപ്പെട്ടവരെ മാത്രം അനുവദിക്കുന്ന രീതി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി. വിഷയത്തിൽ സർക്കാരിനോട് കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, ഇങ്ങനൊരു വിമർശനം കോടതി ഉന്നയിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? കോടതി എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? വിവരങ്ങൾ വിഷ്ണു. നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിംഗിന് വേണ്ടി 7ഓളം കൗണ്ടറുകളുണ്ട്. അതിൽ ഒരു കൗണ്ടറിലൂടെ മാത്രം ഈ പോലീസിന് വേണ്ടപ്പെട്ട ആളുകളെ സ്ഥിരമായി കയറ്റിവിടുന്നു, സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നു എന്നൊരു പരാതി വ്യാപകമായി ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് അവിടെ എത്തുന്ന ഭക്തരാണ് അത്തരത്തിലുള്ള പരാതികൾ ഉയർത്തിയത്. പിന്നാലെ സ്പെഷ്യൽ കമ്മീഷണർ അവിടെ ഒരു പരിശോധനയും നടത്തി. സ്പെഷ്യൽ കമ്മീഷണറുടെ പരിശോധന നടത്തി അതിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് എത്തിയിരുന്നു. ആ റിപ്പോർട്ടാണ് ഇന്ന് ദേവസ്വം ബെഞ്ച് പരിഗണിച്ചത്. ആ പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ ഇത്തരം നടപടികൾ അംഗീകരിക്കാനാവില്ല, ശബരിമലയിൽ അങ്ങനെ ആർക്കും പ്രത്യേക പരിഗണനകളൊന്നുമില്ല എന്ന് നേരത്തെ തന്നെ ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് സന്നിധാനത്തടക്കം അത്തരത്തിലുള്ള പരിഗണന ആർക്കും നൽകാറില്ല. ആ പശ്ചാത്തലത്തിൽ നിലയ്ക്കലിൽ ഈ പോലീസിന്റെ പ്രത്യേകമായ കൗണ്ടർ അത് അനുവദിക്കാനാകില്ല, അതിൽ വിശദീകരണം ദേവസ്വം ബോർഡ് നൽകണം എന്നാണ് ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒപ്പം അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിലാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇടപെട്ടത്. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. പോലീസിന്റെ നടപടികളിൽ അതൃപ്തി രേഖപ്പെടുത്തുന്നു ഹൈക്കോടതി. അതുപോലെ സർക്കാരിനോട് ആ വിഷയത്തിൽ കോടതി വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.